Morning. Good morning, Miss. Good morning, ma'am. Morning. മിസ് ഒരു കാര്യം ചോദിക്കട്ടെ? Sure. ഇന്നലെ പഠിപ്പിച്ചതിലേ 5 എലമെന്റ്സ് എന്നല്ലേ പറഞ്ഞത്? 5 elements ഏതാണോ? ഇത് പേഴ്സണൽ റിക്രൂട്ട്മെന്റില്. ഒരു മിനിറ്റ് എടുക്കട്ടെ കേട്ടോ. പേജ് നമ്പർ ഒന്ന് പറയോ? 19. ഏതാണെന്ന് ചോദിക്കുന്നേ? പേഴ്സണൽ റിക്രൂട്ട്മെന്റ് പ്രോസസ് 5 എലമെന്റ്സ് എന്ന് പറഞ്ഞിട്ട് അതിന്റെ അടിയിലേക്ക് 5 elements അങ്ങനെ ഇന്നലെ എടുത്ത ഭാഗമല്ലേ? റിക്രൂട്ട്മെന്റ് പ്രോസസ്സിന്റെ സ്റ്റെപ്സ് ആണോ ചോദിക്കുന്നേ? അതെ. അത് 5 എലമെന്റ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളതാണോ അടിയിലുള്ള പക്ഷെ അത് 6 എണ്ണല്ലേ? എന്തോ 6 എണ്ണല്ലേ? അതാണോ? എന്താ നോക്ക്? 6 ആക്കിയാ മതിയോളൂ കേട്ടോ. അപ്പൊ അവിടെ മേലെ 5 എലമെന്റ്സ് 6 എലമെന്റ്സ് എന്ന് പറഞ്ഞു. അതെ. ഞാൻ എന്ത് തെറ്റാ പഠിപ്പിച്ചേ നോക്ക്. ഇല്ലില്ല, തെറ്റല്ല. 6 സ്റ്റെപ്സ് ഉണ്ട്. ശരി. ലാസ്റ്റത്തെ നമ്മള് ജസ്റ്റ് അസസ്മെന്റ് സ്റ്റെപ്പ് മാത്രമായിട്ട് കൺസിഡർ ചെയ്യുന്നുള്ളൂ. ബാക്കി 5 ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്സ്, അതുകൊണ്ടായിരിക്കും. ഓക്കെ മിസ്. ഇതിന് ടെക്സ്റ്റില് 6 എന്നാണ് കൊടുത്തിരിക്കുന്നത്. 5 എലമെന്റ്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ 6 എണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതോട് ചോദിച്ചതാ. മോർണിംഗ്. ആര്യ അശോക് കേൾക്കാമോളോ? ആര്യ കേൾക്കാമോ? കേൾക്കാമോ? റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നോ? ഏതാ പറഞ്ഞ? ഇൻസ്റ്റയില് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നോ? ഈ ആര്യ കൺഫേം ചെയ്യാൻ വേണ്ടി ചോദിച്ചാണ് കേട്ടോ. ഇല്ല, ഞാൻ ഇട്ടിട്ടില്ല. ആര്യ അശോക് എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഈ ആര്യാണോ അതൊന്ന് ചോദിച്ചേ. അല്ല, ഞാനില്ല. Good morning to all.
നമ്മൾ നെക്സ്റ്റ് എടുക്കുന്നത് സെലക്ഷൻ ആണ്. സെലക്ഷന്റെ സ്റ്റെപ്സ്, അതിന്റെ പ്രോസസ്സ്. The selection procedure is related to acquiring relevant information about an applicant. The objective of the selection process is to find out whether an applicant meets the qualifications for a specific job and to select the applicant who is most likely to carry out well in that job. എന്താണ് സെലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത്? എന്തിനെ കുറിച്ചിട്ടാണ്? എങ്ങനെയാണ് നമ്മൾ ഒരു കാൻഡിഡേറ്റ്സിനെ സെലക്ട് ചെയ്യുന്നത്? എന്തെല്ലാം വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു കാൻഡിഡേറ്റ്സിനെ, ഒരു ആപ്ലിക്കന്റിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ്? ക്വാളിഫിക്കേഷൻസ് നോക്കിയിട്ട് അല്ലെ? യെസ്. അപ്പോ ഈ സെലക്ഷൻ പ്രക്രിയയുടെ ഭാഗമായിട്ട് അതിന്റെ പ്രൊസീജിയറുമായി ബന്ധപ്പെട്ട് എന്താണ്? ഒരു ആപ്ലിക്കൻസിനെ കുറിച്ചുള്ള പ്രസക്തമായിട്ടുള്ള വിവരങ്ങൾ നേടുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. മാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ശ്രദ്ധിക്കുന്നത് എന്താണ്? നമ്മൾ ഏത് ജോബാണോ ആൾക്ക് കൊടുക്കുന്നത് ആ ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻസ് ആൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അവിടെ ആദ്യം നോട്ട് ചെയ്യുന്നത് അല്ലെ? അതായത് ആ ജോലി നന്നായി നിർവഹിക്കാൻ കഴിയുള്ള കാപ്പബിലിറ്റീസ് ഉള്ള പേഴ്സണെ മാത്രമാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ. യെസ്. അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് ആളുടെ ക്വാളിഫിക്കേഷൻസ് ആണ്. നമ്മൾ കൊടുക്കുന്ന ജോലിക്ക് ഉതകുന്ന രീതിയിലുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള പേഴ്സൺ ആണോ എന്നാണ് നമ്മൾ സെലക്ഷൻ പ്രക്രിയയുടെ ഭാഗത്തില് ഏറ്റവും കൂടുതലായിട്ട് നോക്കുന്നത്. ഓക്കെ. യെസ്. അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ. യെസ്. Selection involves choosing between applicants for jobs and removing applicants who are unsuitable applicants. അപ്പോൾ ഇത് അണ്ടർലൈൻ ചെയ്യണേ. Selection involves choosing between applicants for jobs and removing applicants who are unsuitable applicants. എന്താണ് യഥാർത്ഥത്തിൽ സെലക്ഷൻ പ്രക്രിയ എന്ന് പറയുന്നത്? അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്? ഒരു കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്നത് choosing between applicants for and removing applicants who are unsuitable applicants. നമ്മൾ ഈ സെലക്ഷൻ പ്രക്രിയ എല്ലാ ആപ്ലിക്കൻസിനെയും സ്വീകരിക്കുമോ? എല്ലാവരെയും നമ്മൾ സെലക്ട് ചെയ്യുമോ? ഇല്ല. സ്യൂട്ടബിൾ ആയിട്ടുള്ളവരെ മാത്രമാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള ആപ്ലിക്കൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യുന്ന പ്രക്രിയയാണെന്ത് സെലക്ഷൻ എന്ന് പറയുന്നത് അല്ലെ? 10 പേരുണ്ടെങ്കിൽ 10 പേരിൽ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സ്കിൽഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ മാത്രമായിരിക്കും. ചിലപ്പോൾ 10ൽ 2 പേരെ മാത്രമേ നമ്മൾ സെലക്ട് ചെയ്യുള്ളൂ. ഓക്കെ. സെലക്ട് ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അല്ല സ്കിൽ ആൻഡ് ക്വാളിഫിക്കേഷൻസ് അല്ലെ? അല്ല ടാലന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ആളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. യെസ്. While planning is a selection policy, due consideration should be given to organization needs as well as a technical and professional extent of selection procedure. Okay. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സെലക്ഷൻ പ്രക്രിയ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്തിനെയാണ്? ഓർഗനൈസേഷന്റെ ആവശ്യങ്ങള് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അല്ലെ? ഒരു ഓർഗനൈസേഷന്റെ ആവശ്യങ്ങൾ അച്ചീവ്മെന്റ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ. അവിടെ ആളുടെ എന്താണ് എല്ലാ സ്കിൽസും, ഇപ്പൊ ടെക്നിക്കൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ട് എല്ലാ സ്കിൽസും എബിലിറ്റീസും അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമാണ് പ്രത്യേകിച്ച് ഓർഗനൈസേഷന്റെ നീഡ്സ് അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള എല്ലാ വ്യാപ്തിയും കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ ആ ഒരു എംപ്ലോയിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ. യെസ്. നമ്മള് ഒരു കാര്യമില്ലാതെ ഒരു വ്യക്തിയെ നമ്മൾ സെലക്ട് ചെയ്തില്ല. നമുക്ക് എന്താണ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു അച്ചീവ് ചെയ്യാനായിട്ട് സക്സസ് ചെയ്യാനായിട്ട് അവർക്ക് ഒരു നീഡ് ഉണ്ട്. അതിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന അത്രയും ക്വാളിഫിക്കേഷൻസ് ഉള്ളവരെ മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഓർഗനൈസേഷന് ആവശ്യമുള്ളവരെ മാത്രമാണ് നമ്മൾ ആ ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ. അപ്പൊ സെലക്ഷൻ പോളിസി എന്ന് പറയുന്നത് കുറച്ച് റിസ്ക് ഉള്ളത് തന്നെയാണ്. കാരണം ഒരുപാട് ആപ്ലിക്കൻസിന്റെ ഇടയിൽ നിന്ന് എത്ര ടാലന്റഡ് ആയിട്ടുള്ളവരെ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നതും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ഒരു ഭാഗം മാത്രം നിങ്ങളൊന്ന് പഠിക്കുക കേട്ടോ. ഈ സെലക്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ, അതൊന്ന് പഠിക്കണം. Selection involves choosing between applicants for jobs and removing applicants who are unsuitable applicants എന്ന ഭാഗം പഠിക്കുക. ഓക്കെ. ക്ലിയർ ആണോ? ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുന്നത്? അതിന്റെ പ്രോസസ് എങ്ങനെയാണെന്നാണ്, അതിന്റെ സ്റ്റെപ്സുകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്.
6 സ്റ്റെപ്സിലൂടെയാണ് അത് നടക്കുന്നത്. നോക്കാം. ഫസ്റ്റ് എന്താണ്? റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. റിസപ്ഷൻ ഓർ പ്രിലിമിനറി ഇന്റർവ്യൂ ഓർ സ്ക്രീനിങ്. ഫസ്റ്റ് പ്രോസസ് എന്താണ്? സെലക്ഷന്റെ പ്രിലിമിനറി ഇന്റർവ്യൂ ആണെങ്കിൽ നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. എന്താണത്? എന്ത് പ്രക്രിയയാണത്? അഭിമുഖമാണ് അല്ലെ? ആദ്യഘട്ടമാണ് സെലക്ഷൻ. ആദ്യഘട്ടമാണ് എന്താ? പ്രിലിമിനറി ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ സ്ക്രീനിങ് സെഷൻസ് എന്നൊക്കെ നമ്മൾ അതിനെ പറയും. ഓക്കെ, യെസ്. ഇന്റർവ്യൂ അല്ലെങ്കിൽ മുഖാമുഖമുള്ള ഒരു അഭിമുഖമാണ് എന്താ? പ്രിലിമിനറി ഇന്റർവ്യൂസ് അല്ലെങ്കിൽ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്. അടുത്ത സ്റ്റെപ്പ് എന്താണ്? സ്ക്രീനിങ് മാത്രമാണോ? അല്ലത് അല്ല. സ്ക്രീനിങ്ങിന് ശേഷം എന്തൊക്കെ വരുന്നുണ്ട്? ആപ്ലിക്കേഷൻ ബ്ലാങ്ക് ഓഫ് ആപ്ലിക്കേഷൻ ഫോറം, എ ഫാക്ട് ഫൈൻഡർ വിച്ച് ഹെൽപ്സ് one to learn about an applicant's background and life history. All conducted interviews to inspect the facts and get at the attitude of the applicant and his family to this job. Okay, next step endana selection day. ഒരു ആപ്ലിക്കേഷൻ ബ്ലാങ്ക് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെയാണ് നിങ്ങൾ ടെക്സ്റ്റ് കിടക്കുന്നത് നോക്കിയേ. CV അല്ലേ? യെസ്. അതായത് നമ്മൾ ആ CV നോക്കിക്കഴിഞ്ഞാൽ ആളുടെ കുറിച്ച് എന്തൊക്കെ അറിയാൻ സാധിക്കും? ആപ്ലിക്കൻസിനുള്ള ഓൾ അബൌട്ട് ഹിസ്റ്ററീസ് അറിയാൻ പറ്റും അല്ലെ? പ്രത്യേകിച്ച് പേഴ്സണൽ ആയിട്ടുള്ളതും അല്ലെങ്കിൽ ലൈഫ് ഹിസ്റ്ററി ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ? യെസ്. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാണ് ഈ ലൈഫ് ഹിസ്റ്ററി നോക്കുന്നത്? ഒരു കാൻഡിഡേറ്റിന്റെ ലൈഫ് ഹിസ്റ്ററി നോക്കാൻ കാരണം എന്താ? ഒരു ജോലിക്ക് നമുക്ക് പേഴ്സണൽ ക്വാളിഫിക്കേഷൻസ് മാത്രം പോരെ, ലൈഫ് ഹിസ്റ്ററി ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? എന്തുകൊണ്ടാണ് ആവശ്യം വരുന്നത്? ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഫാമിലി കുടുംബ പശ്ചാത്തലം ആവശ്യമാണ്. കാരണം എന്തുകൊണ്ടായിരിക്കാം എന്ന് ചോദിക്കുന്നത്? എങ്ങനെയുള്ള പേഴ്സൺ ആണെന്ന് മാത്രം അറിയാനല്ല, ലീഗലി എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണോ അല്ലെ? ഇൻ കേസ് എന്തെങ്കിലും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മള് ആള് വേറെ നോർമൽ പേഴ്സൺ ആണ്, അതോടൊപ്പം തന്നെ എന്തെങ്കിലും മറ്റ് തട്ടിപ്പോ വെട്ടിപ്പോ ഒക്കെ നടത്തുന്ന ആൾക്കാരാണോ, ബിഹേവിയറോ, അല്ലെങ്കിൽ ആളുടെ പേരിൽ എന്തെങ്കിലും കേസസുകളോ അല്ലെങ്കിൽ ക്രിമിനൽ ആയിട്ടുള്ള എന്തെങ്കിലും പശ്ചാത്തലം ആൾക്ക് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ ലൈഫ് ഹിസ്റ്ററി കൂടി ഒന്ന് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് കൂടി ഒന്ന് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഒരാളെ നമുക്ക് ഒരിക്കലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് പറ്റില്ല അല്ലെ? യെസ്. യെസ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുടെ ആ ഒരു ആപ്ലിക്കന്റിന്റെ ആ ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ലൈഫ് ഹിസ്റ്ററി അനലൈസ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, യെസ്. സെക്കൻഡ് ആൻഡ് തേർഡ് വൺ എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻ ആണ്. ഫിസിക്കൽ എക്സാമിനേഷൻ എന്താണ്? ഹെൽത്ത് ആൻഡ് സ്റ്റാമിന ആർ ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഇൻ സക്സസ്. യെസ്. ഫിസിക്കൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫിസിക്കൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത് ഹെൽത്ത് ഓക്കെ ആണോ എന്ന് അല്ലെ? ഇപ്പൊ ഒരു 35 എബോ ഒക്കെ ആയിക്കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആപ്ലിക്കൻസ് ആണെങ്കിൽ എന്താണ്? പലതരത്തിലുള്ള വേരിയേഷൻസ് ഒക്കെ അവർക്ക് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അല്ലെ? അപ്പൊ ഹെൽത്ത് ആളുടെ ഓക്കെ ആയിരിക്കണം, അല്ലെങ്കിൽ കമ്പനിക്ക് അത് പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനാൽ തന്നെ എന്താണ്? ഫിസിക്കൽ എക്സാമിനേഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യും അല്ലെ? ഹെൽത്ത് സ്റ്റാമിന എത്രത്തോളം ഉണ്ടെന്നുള്ള രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നു. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കുന്നത് എന്തായിരിക്കും? ഫിസിക്കൽ എക്സാമിനേഷന്റെ നമ്മള് ആദ്യം നോക്കുന്നത് ഏജ് നോക്കും. ഏജ് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓൾറെഡി ഫിസിക്കൽ എക്സാമിനേഷൻ ചെക്ക് ചെയ്യുന്നത് അല്ലെ? യെസ്. BP ആണ്. BP നോക്കും അല്ലെ? മെന്റൽ സ്റ്റെബിലിറ്റി രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആണോ എന്നുള്ളതാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷനിൽ കണ്ടെത്തുന്നത് അല്ലെ? യെസ്. അപ്പൊ BP കൂടുതലാണെങ്കിൽ ആളെ സെലക്ട് ചെയ്യോ? BP നോർമൽ ആക്കിയിട്ട് വരാൻ പറയും അല്ലെ? യെസ്. BP ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. അതേപോലെ തന്നെ വെരി ഗുഡ്. കളർ ബ്ലൈൻഡ്നെസ് അല്ലെ? കാഴ്ചക്കുറവുള്ള ആൾക്കാരുണ്ടാവും, കേൾവിക്കുറവുണ്ടാവും, അങ്ങനെ പല പല ഡിഫക്ട്സുകൾ ആൾക്ക് ഉണ്ടോന്നും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിസിക്കൽ എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ആള് കാണുന്ന സമയത്ത് നമുക്ക് ആൾക്കൊരു കുഴപ്പമില്ല എന്ന് തോന്നും, പക്ഷെ എന്തെങ്കിലുമൊക്കെ ഡിഫക്ട്സ് ഉണ്ടാവായിരിക്കാം. ഓക്കെ, യെസ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാല് ചിലവര് ഫിസിക്കലി ഓക്കെ ആയിരിക്കില്ല, പക്ഷെ മെന്റലി ഭയങ്കര ഓക്കെ ആയിരിക്കും അല്ലെ? ഫിസിക്കലി ചിലപ്പോ ചെറുതായിരിക്കും, ഹൈറ്റ് ഉണ്ടാവില്ല, വെയിറ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, പക്ഷെ മെന്റലി ഭയങ്കര സ്റ്റാമിന ഉള്ള ആൾക്കാരാണ്, മെന്റലി സ്ട്രോങ് ആയിരിക്കും. ഓക്കെ, യെസ്. ഓക്കെ, അത് ഓരോരുത്തരും ഡിപ്പെൻഡ് ചെയ്ത് കണ്ടീഷൻ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ തേർഡ് ടെസ്റ്റ് എന്താണ്? സ്റ്റേറ്റ് സ്റ്റെപ്പ് എന്താണ്?
ഫിസിക്കൽ എക്സാമിനേഷൻ ആണ് കേട്ടോ. ആളുടെ ഒരു ഫിസിക്കൽ സ്റ്റാമിന നമ്മൾ ചെക്ക് ചെയ്യുന്നതാണ് തേർഡ് പ്രോസസ് എന്ന് പറയുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ടു ഇൻസ്പെക്ട് the surface area and get an objective look at a candidate's suitability for a job and candidate aptness for job. സൈക്കോളജി ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആളുടെ ഒരു മൊത്തത്തിലുള്ള ബിഹേവിയർ ആണ് നമ്മൾ നോക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ജോബിന് ആൾ ആപ്റ്റ് ആണോ, കൊടുത്തിരിക്കുന്ന ജോലിക്ക് ഓരോരുത്തരും ജോലി ചെയ്യുമ്പോൾ എന്താണെങ്കിൽ പോലും എന്താണ് അതിന്റെ സ്യൂട്ടബിൾ ആയിരിക്കണം. ഏത് ജോലിയാണെങ്കിൽ പോലും സ്യൂട്ടബിൾ അല്ലാതെ നമ്മൾ ആ ജോലിക്ക് എന്താണ് ആളെ തിരഞ്ഞെടുക്കുന്നത് കറക്റ്റ് പേഴ്സൺ ആണോ എന്നാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പൊ സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അവിടെ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അതിന്റെ എക്സ്പ്ലനേഷൻസ് നമ്മളിപ്പോ പഠിക്കും. അതായത് ആ ജോലിക്ക് ആൾ ആപ്റ്റ് ആണോ അവന് തിരഞ്ഞെടുക്കുന്നതാണ് പല രീതിയിൽ നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്തിട്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? റെഫറൻസ് ചെക്ക്. എന്തായിരിക്കും റെഫറൻസ് ചെക്ക് എന്ന് പറയുന്നത്? റെഫറൻസ് ചെക്ക് എന്താണ് ഇവിടെ റെഫർ ചെയ്യുന്നത്? ക്വാളിഫിക്കേഷൻസ് ആണ് അല്ലെ? യെസ്. അയാളുടെ CV അല്ലെങ്കിൽ എല്ലാ റെക്കോർഡിക്കൽ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മളൊന്ന് റെഫർ ചെയ്യുന്നു, ചെക്ക് ചെയ്യുന്നു. പാസ്റ്റ് പ്രീവിയസ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്താണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ നോക്കുന്നത് എന്താണ്? ആൾ അതിൽ ക്വാളിഫൈഡ് ആണോ, ക്വാളിഫിക്കേഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, യെസ് യെസ്. റെഫറൻസ് ചെക്കിലെ കാൻഡിഡേറ്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ അനലൈസ് ചെയ്യും. ഫിസിക്കൽ ആയിട്ടുള്ളതും പേഴ്സണൽ ആയിട്ടുള്ളതും എല്ലാം തന്നെ അനലൈസ് ചെയ്യുന്നതായിരിക്കും. ഫൈനൽ സെലക്ഷൻ സ്റ്റെപ്പ് എന്താണ്? ഫൈനൽ സെലക്ഷൻ സ്റ്റെപ്പ് ഇറ്റ്സ് അപ്രൂവൽ ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഫൈനൽ സെലക്ഷൻ അപ്രൂവൽ ബൈ. ആരാണ് ഫൈനൽ സെലക്ഷൻ അപ്രൂവ് ചെയ്യുന്നത്? ഫൈനൽ സെലക്ഷൻ അപ്രൂവ് ചെയ്യുന്നത് ആരാണ്? ബൈ മാനേജർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓഫ് ദ ഡിസിഷൻ ടു ദ കാൻഡിഡേറ്റ് അല്ലെ? യെസ്. ഇതെല്ലാം ഓക്കെ ആയതിനു ശേഷമാണ് മാനേജർ അതിന്റെ ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത്. അയാൾ സെലക്ടഡ് ആയെന്നുള്ളതിനെ കുറിച്ചിട്ട് കാൻഡിഡേറ്റ്സിനോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതായത് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം ആള് ഓരോ സ്റ്റെപ്സ് കഴിയുന്നതോറും അതെല്ലാം വിജയിച്ചു വന്നാൽ മാത്രം, സക്സസ്ഫുൾ ആയാൽ മാത്രമാണ് ആള് നമ്മൾ ആ സെലക്ഷൻ പ്രക്രിയയിൽ ആളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മാനേജർ ആണ് ആ ഒരു പ്രോസസ് കൈകാര്യം ചെയ്യുന്നത്. സെലക്ഷന് ഏകദേശം ഒരു 6 സ്റ്റെപ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് എന്താണ്? സ്ക്രീനിങ് ആണ്. പിന്നെ ആളുടെ ഒരു ലൈഫ് ഹിസ്റ്ററിയും ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നു. ഫിസിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നു. സൈക്കോളജിക്കൽ ടെസ്റ്റ് ഉള്ളത്, അതായത് ആ ജോലിക്ക് അയാൾ എത്രത്തോളം ആപ്റ്റ് ആണെന്നുള്ളത് കണ്ടെത്തുന്നു. റെഫറൻസ് ചെക്ക് ചെയ്യുന്നു. ദെൻ ഫൈനൽ സെലക്ഷൻ നടത്തുന്നത് അപ്രൂവൽസ് കൊടുക്കുന്നത് ആരാണ്? മാനേജേഴ്സ് ആയിരിക്കും. ഓക്കെ, യെസ്. അത്ര ഒന്ന് വായിച്ചു നോക്കാവോ? വായിച്ചു നോക്കി. ഇത് നോട്ട് ചെയ്യണ്ട. ഇത് നിങ്ങൾക്ക് എവിടെ ചോദ്യങ്ങൾ കണ്ടാലും എഴുതാൻ പറ്റുന്ന ഭാഗമാണ് ഇതൊക്കെ. എങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടാലും അല്ലെ? എളുപ്പമല്ലേ ഇതൊക്കെ? വെറുതെ ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ, യെസ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. സെലക്ഷന്റെ ഭാഗമായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതാണ് എന്താ? സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ അല്ലെ? ഏതൊക്കെയാന്ന് നോക്കാം കേട്ടോ. ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മൾ 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യുന്നു. ശ്രദ്ധിച്ച്, 2 രീതിയിൽ. ഇവിടെ എ എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ? എ ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ. അതിന് കുറച്ച് ടെസ്റ്റുകൾ വരുന്നുണ്ട്. ബി എന്ന് പറഞ്ഞത് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റസ്. ടെസ്റ്റസിന്റെ ബേസിസിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ഹ്യൂമൻ ബിഹേവിയറിന്റെ ഭാഗമായിട്ട്, രണ്ടാമത് എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് യൂസ് എന്ന് പറയുന്നത്. ദെൻ ഒരെണ്ണം കൂടി ഉണ്ട് ലാസ്റ്റ് സി. സിയിൽ എന്താണ്? അതും ടെസ്റ്റിന്റെ ഭാഗമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കണം.
ഫസ്റ്റ് വൺ എന്താ വരുന്നത്? ക്ലാസിഫിക്കേഷൻ ഓഫ് ടൈപ്പ് ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ് നമ്മൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം കാറ്റഗറൈസ് ചെയ്യുന്നത്? ആസ് പെർ ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ട് അല്ലെ? യെസ്. ടെസ്റ്റ് ഇസ് കാറ്റഗറൈസ്ഡ് ഇൻടു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പൊ ഹ്യൂമൻ ബിഹേവിയർ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടെസ്റ്റുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തെ ടെസ്റ്റ് എന്താണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ്. ആപ്റ്റിറ്റ്യൂഡും ആറ്റിറ്റ്യൂഡും രണ്ടാണെന്ന് അറിയാലോ. ആപ്റ്റിറ്റ്യൂഡ് എന്താണ്? അഭിരുചി. ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം അല്ലെ? യെസ്, രണ്ടൊന്നും മാറി പോകരുത് കേട്ടോ. യെസ്, അപ്പൊ ഇവിടെ എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് നമുക്ക് നോക്കാം. യെസ്, tries to test your ability to carry out task and react to situation at work. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്? tries to test your ability, അല്ലെ? test your ability to carry out task and react situation at work. നമ്മളിവിടെ അഭിരുചിയാണ് ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ? യെസ്, നമുക്കൊരു സ്പെസിഫിക് ആയിട്ട് ടാസ്ക് വന്നിട്ട് അത് ഏതൊക്കെ സിറ്റുവേഷൻസിൽ എത്രത്തോളം ഏബിൾ ആയിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുന്നു. ഓക്കെ, നമ്മുടെ ആ ഒരു ആപ്റ്റിറ്റ്യൂഡാണ് അവിടെ സെലക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നോക്കുന്നത് എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ടാസ്കിനെ നമ്മൾ ചിലപ്പോൾ പല സിറ്റുവേഷൻസിലായിരിക്കും തരുന്നത്. അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്തിട്ട് അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, യെസ്, ക്ലിയർ ആണോ? ആപ്റ്റിറ്റ്യൂഡ് എന്താണെന്നാ? നമ്മുടെ എബിലിറ്റി ആണ് ചെക്ക് ചെയ്യുന്നത്. ടെസ്റ്റ് യുവർ എബിലിറ്റി. ഓക്കെ, എങ്ങനെ ഒരു ജോലി നമ്മൾ എത്രത്തോളം കാര്യക്ഷമമായി ചെയ്തു തീർക്കുന്നു എന്നുള്ളതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. എന്താ പ്രശ്നം? എന്താ ചോദിച്ചടോ? മിസ്സേന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചതാ. ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ മനോഭാവം. ഒരു കാര്യത്തോടുള്ള നമ്മുടെ യെസ്, ആറ്റിറ്റ്യൂഡ് ആണ് മനോഭാവം. ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അഭിരുചി. നമുക്കൊരു ജോലി എത്രത്തോളം അഭികാമ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതിന്റെ നമ്മളുടെ എബിലിറ്റി ആണ്. നമുക്ക് തന്നിരിക്കുന്ന ജോലിയുള്ള എബിലിറ്റീസ് ആണ് അവിടെ ചോദിക്കുന്നത്. അതാണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് കേട്ടോ. അഭിരുചി. ആറ്റിറ്റ്യൂഡ് എന്താണ്? മനോഭാവം. നമുക്കൊരു കാര്യത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് എന്നതാണ് എന്താ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യത്യസ്ത ആറ്റിറ്റ്യൂഡ് അല്ലേ ഉള്ളത്? യെസ്, ഇത് അഭിരുചിയാണ്. അഭിരുചി. ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ അഭിരുചി. നമ്മുടെ എബിലിറ്റി ആണ് അവിടെ ചെക്ക് ചെയ്യുന്നത് കേട്ടോ. യെസ്, ഇവിടെ ഒരു എക്സാമ്പിൾ പറയാം. യെസ്, ഒരു എക്സാമ്പിൾ ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ ഒരു കാര്യം അറിയാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മുടെ ഈ അടുത്തൊരു ന്യൂസിൽ നമ്മള് ഒരു ദീപക് എന്നൊരാള് മരിച്ചത് ഓർക്കുന്നുണ്ടോ? നമ്മള് ഒരു ബസ് യാത്രികൻ. യെസ്, എല്ലാ ന്യൂസും നിങ്ങൾ കണ്ടതാണ് അല്ലെ? കണ്ടതാണ്. നിങ്ങൾക്ക് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത്? ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞാൽ മതി. രണ്ടുപേരെന്ന് പറഞ്ഞേ. ബസ് ചെയ്താലും മതി, ചാറ്റ് ചെയ്താലും മതി. അത് കണ്ടിട്ട് എന്താ തോന്നിയത് നിങ്ങൾക്ക്? അത് റോങ് ആണെന്ന് തോന്നി. ഒരാൾ മുതി പറഞ്ഞു റോങ് ആണെന്ന്. ഓക്കെ, അവള് ചെയ്തത് തെറ്റാണ് അല്ലെ? ഓക്കെ, ആയിഷ പറയുന്നു റിയാക്ട് ചെയ്യേണ്ട രീതി അങ്ങനെ അല്ലായിരുന്നു. ഓക്കെ, യെസ്. നസീമ എന്താ പറയുന്ന? നസീമ വേറെ ആർക്കും വേണമെങ്കിലും പറയാട്ടോ അഭിപ്രായം. വീഡിയോ എടുക്കുന്നതിന് പകരം അപ്പോൾ തന്നെ റിയാക്ട് ചെയ്യാമെന്ന് നരയും പറയുന്നു. ഓക്കെ, ഇവര് 3 പേരും പറഞ്ഞ കാര്യങ്ങൾ കണ്ടോ? 3 പേരും പറഞ്ഞ കാര്യങ്ങൾ ഒരേപോലെയാണോ? ഇപ്പൊ മുബിയും ഫൈസിയും ശരണ്യ ഇവരൊക്കെ പറഞ്ഞത് ഒരേപോലത്തെ കാര്യമാണോ പറഞ്ഞത്? അല്ല, വ്യത്യസ്തമായിട്ടാണ് പറഞ്ഞത്. അപ്പൊ അതായത് അവരെന്താ കണ്ടത്? ഒരു പ്രശ്നത്തെ അവർ വ്യത്യസ്ത രീതിയിലാണ് നോക്കിക്കണ്ടത്. അപ്പൊ അവരുടെ ആറ്റിറ്റ്യൂഡാണ് അല്ലെ? യെസ്, അത്രയുള്ള ഡിഫറൻസ് കേട്ടോ. നമ്മളൊരു പ്രശ്നം എത്രത്തോളം നോക്കിക്കാണും, നമ്മൾ ഏത് രീതിയിൽ അതിനോട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ആറ്റിറ്റ്യൂഡ്. ഓരോരുത്തർക്കും ഇപ്പൊ ഒരു പ്രശ്നത്തെ സൂചിപ്പിച്ചിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. അതേപോലെ തന്നെ പലർക്കും പലതിനോടും പല ആറ്റിറ്റ്യൂഡ്സ്, പല മനോഭാവങ്ങൾ കാണിക്കുന്നവരാണ്. ഓക്കെ, യെസ്. ഇപ്പൊ
എന്റെ ക്ലാസ് ഇഷ്ടപ്പെടാത്തവരുണ്ടാവും. നിങ്ങൾക്ക് രമ്യ മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും, അല്ലെങ്കിൽ ഡ്രോസ് മിസ്സിന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും. ചിലർക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് അല്ലെ. നിങ്ങൾക്ക് ആ ക്ലാസ് ആണ് ഇഷ്ടം, ആ ക്ലാസ് കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡ്സ് ആണ്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓക്കെ, താങ്ക് യു മുബി. എന്താണ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്? അപ്പോ നമ്മുടെ എബിലിറ്റി, നമുക്കൊരു ടാസ്ക് തന്നാൽ എത്രത്തോളം കാര്യക്ഷമമായിട്ട് നമ്മൾ ആ ടാസ്ക് ചെയ്യുന്നു എന്നാണ് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ യെസ്. ഇനി അച്ചീവ്മെന്റ് ടെസ്റ്റ്. അടുത്ത എന്താണ്? അടുത്ത സൈക്കോളജിക്കൽ ടെസ്റ്റ്. നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടാണ് ടെസ്റ്റുകൾ പഠിക്കുന്നത്. ഇത് ഇങ്ങനെയൊന്നല്ല, ഇതിൽ കൂടുതൽ ഓരോ ടെസ്റ്റിനും ഓരോരോ രീതികളുണ്ട്. നമുക്കൊന്ന് ബേസിക് മാത്രമാണ് പഠിച്ചു പോകണം കേട്ടോ. യെസ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്. എന്താണ് അച്ചീവ്മെന്റ് ടെസ്റ്റ്? ഇറ്റ്സ് ഇവാലുവേറ്റ്സ് ഡെവലപ്ഡ് നോളജ് ഓർ സ്കിൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്താണ്? ഇവിടെ എന്താണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്? ട്യൂൺ അബൌട്ട് നോളജ്, അല്ലെങ്കിൽ എന്താണ് ഡെവലപ്പ് നോളജ് ഓർ സ്കിൽ ആഫ്റ്റർ എ പീരീഡ് ഓഫ് ട്രെയിനിങ്. അവിടെ കൊടുക്കുന്ന ട്രെയിനിങ് സെക്ഷൻസിൽ ആ ട്രെയിനിങ് സമയത്ത് നമ്മൾ എത്രത്തോളം സ്കിൽഫുൾ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നോളജ് എത്രത്തോളം ഉണ്ടെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അത് ചിലപ്പോ എക്സാം പോലെ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ബേസ്ഡ് ആവാം. എങ്ങനെ വേണമെങ്കിലും അച്ചീവ്മെന്റ് ടെസ്റ്റ് നമ്മൾ ചെയ്യിപ്പിക്കാറുണ്ട് കേട്ടോ. യെസ്, ആൾ എത്രത്തോളം സ്കിൽഫുൾ ആണെന്ന് തിരഞ്ഞെടുക്കാൻ വേണ്ടി, കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് ഓരോ ഓർഗനൈസേഷനും ഓരോ രീതിയിലാണ് കൊടുക്കുന്നത്. ചിലപ്പോൾ എക്സാം പോലെ കണ്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിംഗ് സിറ്റുവേഷൻസ് ആയിരിക്കും കൊടുക്കുന്നത്, എന്തോ ആയിക്കോട്ടെ. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക്സ് കൊടുത്തിട്ട് അതിനെ കുറിച്ച് സംസാരിക്കാനായിരിക്കും കൊടുക്കുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അച്ചീവ്മെന്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോ അവിടെ ശ്രദ്ധിക്കുന്ന എന്താണ്? ആ കൊടുത്ത് ഇപ്പൊ ഒരു ഡിസ്കഷൻ ടോപ്പിക് ആണെങ്കിൽ ആ ടോപ്പിക്ക് കൊടുത്ത സമയത്ത് അയാൾ അതിനെ എത്രത്തോളം അനലൈസ് ചെയ്ത് അതിനെ കുറിച്ച് എക്സ്പ്ലനേഷൻസ് കൊടുത്തു, അല്ലെങ്കിൽ എത്രത്തോളം ആ ടോപ്പിക്കിനെ കുറിച്ച് ആൾക്ക് അറിയാം എന്നുള്ള കാര്യങ്ങളായിരിക്കും അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് അത് കംപ്ലീറ്റ് ആയിട്ട് ആൾ ഫിൽ ചെയ്ത് പറഞ്ഞാലോ അച്ചീവ്മെന്റിൽ അത് പാസ്സായി. അച്ചീവ്മെന്റ് ടെസ്റ്റ് പാസ്സായി നമുക്ക് മനസ്സിലായി. സൈക്കോളജി ടെസ്റ്റ് രണ്ടാമത്തെ ടെസ്റ്റ് ആണെങ്കിൽ അച്ചീവ്മെന്റ് ടെസ്റ്റ്. നെക്സ്റ്റ് എന്താണ്? പേഴ്സണാലിറ്റി ടെസ്റ്റ്. ഇറ്റ്സ് മെയിൻലി അസസ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. Personality test and assessment refer to techniques designed to measure the characteristics, patterns of traits that people show across various situations. ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടെസ്റ്റ്. ബാക്കി എന്ത് ടെസ്റ്റും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഒക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പഠിക്കുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആണ് അല്ലെ? എന്തുകൊണ്ടാണ് മനുഷ്യന്റെ സ്വഭാവത്തിന് ഇത്രയും ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ കാരണം? നമ്മുടെ സ്വഭാവം അപ്പൊ മാറും അല്ലെ? ക്യാരക്ടേഴ്സ് മാറും. മനുഷ്യൻ അങ്ങനെയാണ്, ഡൈനാമിക് നേച്ചർ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? ചലനാത്മക സ്വഭാവം ഉള്ളവരാണ്. എപ്പോഴും നമുക്ക് ഒരേ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇമോഷൻസിൽ നിൽക്കുന്നവരല്ല നമ്മൾ. എപ്പോഴും സന്തോഷിച്ചിരിക്കില്ല, എപ്പോഴും സങ്കടപ്പെട്ടിരിക്കില്ല, എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കില്ല. ഇതൊക്കെ ഇങ്ങനെ നമ്മളുടെ വേരിയേഷൻസ് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കും. ഇവിടെ എല്ലാം സിറ്റുവേഷൻ ബേസ്ഡ് ആണ് അല്ലെ? വെരി ഗുഡ്, അതാണ് സത്യം. സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്വഭാവം പോകുന്നത് അല്ലെ? അതിപ്പോ ആരെന്തൊക്കെ പറഞ്ഞാലും സാഹചര്യമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. മാത്രമല്ല സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെ പെരുമാറുന്നു എന്ന് കൂടി ഉണ്ട് അല്ലെ? സാഹചര്യം അങ്ങനെയാണെങ്കിൽ നമുക്കത് കൺട്രോൾഡ് മൈൻഡിൽ നമുക്ക് അവിടെ പെരുമാറാൻ പറ്റുമ്പോഴാണ് നമ്മുടെ പേഴ്സണാലിറ്റി വിജയിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്? ഓർഗനൈസേഷനിൽ ആക്സസ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പാറ്റേൺസ് ആണ് നമ്മൾ നോക്കുന്നത് അല്ലെ? ഒരാളുടെ സ്വഭാവത്തിന്റെ സവിശേഷതകളാണ് നമ്മൾ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നോക്കുന്നത്. അത് നമ്മൾ എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്? ആൾക്ക് പല പല സിറ്റുവേഷൻസ് കൊടുക്കും, വേരിയസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ആ സിറ്റുവേഷൻ ആൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ് അവിടെ നമ്മൾ നോക്കുന്നത് അല്ലെ? യെസ്, സ്ട്രെസ്ഫുൾ അത് ഇന്റർവ്യൂസിന്റെ ഭാഗത്തൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. പേഴ്സണാലിറ്റി ടെസ്റ്റുമായി ബന്ധപ്പെട്ട കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത് ആളുടെ ക്യാരക്ടറാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ പല പല സാഹചര്യങ്ങൾ കൊടുത്തിട്ട് ആ സിറ്റുവേഷൻസിലേക്ക് ആൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, യെസ്. ഇനി അടുത്തത് എന്താണ്? ഇൻട്രസ്റ്റ് ടെസ്റ്റ്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് to determine a person's preference for a specific field of activities. എന്താണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്? ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് കേൾക്കാൻ തന്നെ അറിയാം അല്ലെ? എന്തായിരിക്കും? താല്പര്യ ടെസ്റ്റോ? എന്താണ്? It determines a person's preferences for specific field or activities. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ മുമ്പ്
നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാനായിരിക്കും കുറച്ചുകൂടി നമുക്ക് ഇഷ്ടം ഉണ്ടാവുക അല്ലെ. ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുള്ളൂ. പ്രത്യേകിച്ച് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നമുക്ക് ചിലത് ഭയങ്കര നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളുണ്ടാവും അല്ലെ. ചിലർക്ക് പാട്ട് പാടാൻ അറിയാം, ഡാൻസ് ചെയ്യാൻ അറിയാം, കുക്ക് ചെയ്യാൻ അറിയാം, നന്നായിട്ട് സിസ്റ്റത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓരോരുത്തരുടെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. യെസ്, അതായത് ഓരോരുത്തർക്കും ഓരോ പേഴ്സൺസിന് ഓരോ പ്രിഫറൻസ്, ഒരു സബ് ഫീൽഡുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയാസിൽ അവർക്ക് അതിന് താല്പര്യം. അത് ഇപ്പോ ഇതെങ്ങനെ ഇൻട്രസ്റ്റ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യാന്ന് പറയുമ്പോ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, നല്ല രസകരമായ ഒരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. എന്തോ ആയിക്കോട്ടെ. ഒരാളുടെ താല്പര്യം എത്രത്തോളം ഉണ്ട്, അതായത് ഇപ്പൊ പല ജോലികൾ കൊടുക്കുകയായിരിക്കും, 5 ടൈപ്പ് ഓഫ് ജോലികൾ കൊടുത്തിട്ട് അതില് ഏത് ജോലിയിലാണ് അയാൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഇൻട്രസ്റ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് അറിയാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അയാൾക്ക് ഏത് മേഖലയിലാണ് താല്പര്യം ഉണ്ടെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ആ ഒരു രീതിയിൽ നമ്മൾ ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. ഇനി ചിലപ്പോ ടാസ്കുകൾ കൊടുക്കാം, സിറ്റുവേഷൻ കൊടുക്കാം. ഇതെല്ലാം തന്നെ എന്താണ് റിയലിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് കൊടുത്തിട്ടായിരിക്കുള്ളൂ നമ്മൾ ഇതെല്ലാം ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, പ്രത്യേകിച്ച് ഹ്യൂമൻ പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ കുറച്ച് ബാക്കി ടെസ്റ്റസിനേക്കാളും കുറച്ചുകൂടി ഡിഫറെന്റ് ആണ്. അങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റില്ല, കുറച്ച് സമയം എടുക്കും അല്ലെ. അതായത് നമ്മളുടെ ബിഹേവിയറുമായി ബന്ധപ്പെട്ടാണ് ഇത് സെലക്ട് ചെയ്യുന്നത്. അതിനാൽ തന്നെ ഇത്രയും സമയങ്ങൾ കൊടുത്തിട്ടാണ് അത്യാവശ്യം ചിലപ്പോൾ 5 മിനിറ്റ് സമയം കൊടുക്കാം, 10 മിനിറ്റ് ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ആ സാഹചര്യത്തിൽ ആ സമയത്തിനുള്ള ആളെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നതൊക്കെ വേണ്ടി കണ്ടെത്താൻ പറ്റും. ഓക്കെ, യെസ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഹ്യൂമൻ ബിഹേവിയറുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ 4 ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി ടെസ്റ്റ് ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ. ഇതെല്ലാം തന്നെ ഏത് സ്ട്രീമിലാണ് വരുന്നത്? സൈക്കോളജിക്കൽ ടെസ്റ്റ് സ്ട്രീമിലാണ് വരുന്നത് കേട്ടോ. സൈക്കോളജിക്കൽ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നടത്തുന്ന 4 ടെസ്റ്റുകളാണ് ആപ്റ്റിറ്റ്യൂഡ്, അച്ചീവ്മെന്റ്, പേഴ്സണാലിറ്റി ആൻഡ് ഇൻട്രസ്റ്റ് ടെസ്റ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു എബിലിറ്റി ആണ്, ആ ടാസ്ക് ചെയ്യാനുള്ള എബിലിറ്റീസിനെ കുറിച്ചിട്ടാണ്. അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിൽ ആൻഡ് നോളജ് ആണ് അവിടെ മെഷർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പേഴ്സന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അല്ലെങ്കിൽ ക്യാരക്ടർ പാറ്റേൺസ് ആണ് അത് അനലൈസ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? സ്പെസിഫിക് ഫീൽഡിലോ ആക്ടിവിറ്റീസിലോ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നമ്മുടെ താല്പര്യമാണ് അവിടെ നോക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? 4 യെസ്. അപ്പൊ ഒന്ന് ഹ്യൂമൻ ബിഹേവിയറിന്റെ ഭാഗമായിട്ടുള്ള ടെസ്റ്റുകളാണ്. അടുത്തത് എന്താണെന്ന് നോക്കിയേ. ഓൺ ദ ബേസിസ് ഓഫ് യൂസസ് ഓഫ് ടെസ്റ്റ്, യൂസ് ഓഫ് ടെസ്റ്റ്. On the basis of use to which the tests are put, they may be categorized into 3 broad categories. എന്തായിരിക്കും on the basis of use of test എന്ന് പറയുന്നത്? എന്താണ്? എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്? യൂസ് ഓഫ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പിള്ളേരെ അറിയില്ലേ? ഓൺ ദ ബേസിസ് ഓഫ് യൂസ് ഓഫ് ടെസ്റ്റസ് എന്ന് പറഞ്ഞ യെസ്, ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ. അതെന്റെ മലയാളം അല്ലേ? ഓക്കെ, ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ എന്താ സൂചിപ്പിക്കുന്നത്? നമ്മളിവിടെ അത് കണ്ടക്ട് ചെയ്യാണ് അല്ലെ. യെസ്, ഓരോ ടെസ്റ്റുകൾ നടത്തിയാണ് നമ്മള് ആളെ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതില് നോക്കൂ, അതിനെ തന്നെ നമ്മൾ ഓൺ ദ ബേസിസ് ടെസ്റ്റുകൾ നടത്തുന്നതിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ 3 ആയിട്ട് ഇതിനെ പിന്നെയും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ അതായത് ഈ 3 ടെസ്റ്റിലൂടെയും കൂടിയാണ് നമ്മൾ ആ ഒരു കാൻഡിഡേറ്റിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ടെസ്റ്റ് ആണ് എന്ത്? സെലക്ഷൻ ടെസ്റ്റ്. രണ്ടാമത്തെ എന്താണ്? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്. മൂന്നാമത്തെ എന്താണ്? പ്ലേസ്മെന്റ് ടെസ്റ്റ്, ഡിസിഷൻ. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഒരു ടെസ്റ്റിന്റെ ഉപയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കാൻഡിഡേറ്റ്സ് തരംതിരിക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം.
ഓക്കെ, അപ്പൊ ആദ്യം ഓരോ ടെസ്റ്റും എന്താണെന്ന് നോക്കാം, മനസ്സിലാവും. സെലക്ഷൻ ടെസ്റ്റ് എന്താണ്? These tests are done to select apt candidates for a particular job. എന്താണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്? പറയും, അവിടെ വന്ന് എഴുതി വെച്ചിട്ടുണ്ട്, വായിച്ചു നോക്കി. ആപ്റ്റ് ആയിട്ടുള്ള പേഴ്സൺസിന് നമ്മൾ ഒരു പെർട്ടിക്കുലർ ജോബിന് ആപ്റ്റ് ആയിട്ടുള്ള ആളെ തിരഞ്ഞെടുക്കുന്ന ഒന്നാണ് എന്ത്? സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അതായത് സെലക്ട് ചെയ്യാനുള്ള രീതിയിലുള്ള ചില സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ആളെന്ത് ചെയ്യും, അത് ആ കൊടുക്കുന്ന സാഹചര്യങ്ങൾ, കൊടുക്കുന്ന ടെസ്റ്റിൽ അയാള് നല്ല രീതിയിൽ പാസ് ആള് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടാണ് അത് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഏത് ജോലിയാണോ ആ ജോലിയുമായി ഡിപ്പെൻഡ് ചെയ്ത ഒരു സാഹചര്യം കൊടുക്കും, അല്ലെങ്കിൽ ഒരു ടാസ്ക് കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആളെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും, അല്ലെ, അല്ലെങ്കിൽ റിമൂവ് ചെയ്യും. ഓക്കെ, യെസ്, അതാണ് സെലക്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്തായിരിക്കും? ക്ലാസിഫിക്കേഷൻ under such tests special consideration are given to decide on which of the several possible assignments a person will able to do his best. ഇനി നമ്മൾ നോക്കുന്നത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ്സ് ആണ്. എന്താണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോ? തരംതിരിക്കുന്നത്. ഓക്കെ, എബിലിറ്റി നോക്കിയിട്ട്, അതായത് ഒരു വ്യക്തിക്ക് തന്നെ ഏറ്റവും മികച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ആൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ടാസ്കുകൾ കൊടുക്കും. ഓക്കെ, ഇവിടെ പറയുന്നുണ്ടോ, എ പേഴ്സൺ വിൽ ബി ഏബിൾ ടു ഡു ഹിസ് ബെസ്റ്റ്, അല്ലെ. നമുക്ക് ഏറ്റവും നല്ല ചില മേഖലകൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യാൻ പറ്റാറുണ്ട്. അത് നമ്മൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏരിയാസ് ആണെങ്കിൽ, നമുക്ക് അതിനെ കുറിച്ച് അറിയാവുന്ന ഏരിയാസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ കുറിച്ചിട്ട് എന്താണ് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിൽ ചെയ്യുന്ന എന്താണ്, ഒരു വ്യക്തി തന്നെ ഏറ്റവും മികച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നിരവധി സിറ്റുവേഷൻസ് കൊടുത്തിട്ട് അയാളെ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോൾ പലതരത്തിലുള്ള അസൈൻമെന്റ്സുകളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്സുകളോ ടെക്നിക്സ് എന്തൊക്കെ കൊടുക്കും, എന്ത് വേണമെങ്കിലും കൊടുത്തിട്ട് എന്താണ് അതിൽ എത്രത്തോളം അതില് ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് എന്ത്? ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെയാണ് പലരും റിജക്റ്റഡ് ആവുന്നത്. കണ്ടോ, ഈ ഒരു സെക്ഷൻ എത്തുന്ന സമയത്ത് പലരും എന്താണ് റിജക്റ്റഡ് ആവും, ഫെയിൽ ആവും. അതായത് ചിലപ്പോ ഉദ്ദേശിച്ച പോലെ ചിലപ്പോൾ പെർഫോം ചെയ്യാൻ പറ്റിയെന്നില്ല, അല്ലെ. ഈ ഒരു സാഹചര്യമല്ല, അത് ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് കുറച്ച് ടഫ് ആയിരിക്കുള്ളൂ. ഏത് തരം ടാസ്ക് കൊടുത്താലും കുറച്ച്, അതായത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരാൾ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയാ, ഈ അരിപ്പയിലിട്ട് അരിക്കുന്നത് പോലെ നമ്മൾ അരിച്ചരിച്ചെടുക്കുന്ന പറയില്ലേ, അതേപോലെ മൈന്യൂട്ട് ആയിട്ട് കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരാളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആള് കാഴ്ചവെക്കണമെങ്കിൽ അത്രത്തോളം ഏബിൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? പ്ലേസ്മെന്റ് ടെസ്റ്റ് ഓർ ഡിസിഷൻ ടെസ്റ്റ്. പ്ലേസ്മെന്റ് ടെസ്റ്റ് അല്ലെങ്കിൽ ഡിസിഷൻ ടെസ്റ്റ്, രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. എന്തായിരിക്കും ഇത്? ഇറ്റ് ഈസ് concerned with the assigning person to different level of work rather than distinctly different types of work. ഇതാണ് പ്ലേസ്മെന്റ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സെലക്ഷന് ശേഷം എന്താണ്? ഡിഫറെന്റ് ലെവൽ ഓഫ് വർക്ക്സ് കൊടുക്കും നമ്മൾ, അല്ലെ. ആൾക്ക് എന്താണ് പല രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേപോലത്തുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക്സുകൾ കൊടുത്തിട്ട്, അല്ലെങ്കിൽ ആ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡിഫറൻസ് വർക്ക് കൊടുത്തിട്ട് എന്താണ് അത് ആളെത്രത്തോളം ചെയ്യുന്നുണ്ട്, അതിലെങ്ങനെ ആ ഒരു വർക്ക്സ് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലേസ്മെന്റ് ടെസ്റ്റ്, ഡിസിഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, യെസ്. ചിലപ്പോൾ ക്ലാസിഫിക്കേഷൻ ടെസ്റ്റിൽ കുറച്ച് പോരായ്മകൾ കാണിച്ചാൽ പോലും പക്ഷെ ചിലർ സെലക്ട് ചെയ്യാറുണ്ട്. ചെറിയ രീതിയിൽ പോരായ്മയാണെങ്കിൽ പോലും സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷെ പ്ലേസ്മെന്റ് ടെസ്റ്റിൽ അവർക്ക് വർക്ക് കൊടുക്കുന്ന സമയത്ത് അവർ ചിലപ്പോൾ ഏറ്റവും ആപ്റ്റ് ആയിട്ട് അത് ചെയ്തു തീർക്കും. ഓക്കെ, നമുക്ക് ചില സാഹചര്യങ്ങളിൽ ചിലത് ഏറ്റവും കൂടുതൽ ചിലപ്പോൾ വീക്ക് ആയിട്ട് കാണിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഒട്ടും പറ്റാത്തതിൽ ചിലപ്പോൾ എന്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുക എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചിലപ്പോൾ അന്നത്തെ ദിവസം വേണമെങ്കിൽ ആ ഒരു ടെസ്റ്റ് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കും. ഓക്കെ, യെസ്, അത് എല്ലാം ഡിപ്പെൻഡ് ഓൺ ദ കണ്ടീഷൻസ്. അപ്പൊ ഈ 3 രീതിയിലാണ് നമ്മൾ ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട്, അതായത് യൂസസ് ഓഫ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതായത് എത്രത്തോളം ആ ഒരു കൊടുക്കുന്ന ടെസ്റ്റ് ആൾ പെർഫോം ചെയ്യുന്നു. ഇവിടെ എല്ലാം കൊടുക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടാസ്കുകളും വർക്കുകളാണ്.
ഓക്കെ, അതായത് ഏറ്റവും മാക്സിമം എബിലിറ്റീസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 3 ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. സെലക്ഷൻ ആണെങ്കിലും ക്ലാസിഫിക്കേഷൻ ആണെങ്കിലും പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസിഷൻ ടെസ്റ്റ് ആണെങ്കിലും എന്താണ്, ആളെ ഏറ്റവും ഏബിൾ ആയിട്ടുള്ള ആളെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന, അതായത് റിയലിസ്റ്റിക് സിറ്റുവേഷൻസ് കൊടുത്തിട്ടാണ് ആൾ നമ്മൾ അവിടെ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, യെസ്. ആ 3 ടെസ്റ്റുകളുടെ പേരുകൾ ഓർത്ത് വെക്കുക കേട്ടോ. പേര് പഠിച്ചാൽ മതി, എക്സ്പ്ലനേഷൻസ് വേണ്ട, പേര് ഓർത്താൽ മതി കേട്ടോ. ഓക്കെ, പേരാണോ? ഒരെണ്ണം കൂടി ഉണ്ട്, ഒരു ടെസ്റ്റ് കൂടി ഉണ്ട്. ഏതാണ്? ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് ടെസ്റ്റ്. Individual test is a test in which a single individual is tested at a time and also observe his behavior carefully throughout the testing period. Okay, ഓരോന്ന് നോക്കാം കേട്ടോ. ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ നമുക്ക്, ഒരു വ്യക്തിയെ ഒരു എംപ്ലോയിനെ മാത്രം, ഒരു കാൻഡിഡേറ്റ്സിനെ മാത്രമാണ് നമ്മൾ ഒബ്സർവേഷൻ ചെയ്യുന്നത് അല്ലേ? യെസ്. ഓക്കെ, യെസ്. ഒരു പേഴ്സണെ മാത്രം കണ്ടക്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ടെസ്റ്റസ് ആണ് ഇൻഡിവിജ്വൽ ടെസ്റ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ വ്യക്തമായിട്ട് ആളുടെ ഇൻഡിവിജ്വൽ ബിഹേവിയർ നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ? യെസ്. ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഗ്രൂപ്പ് ടെസ്റ്റ് നോർമലി ഡൺ ഇൻ എ ഫോർമാറ്റ് which enables individual to record his own responses and can be simultaneously given to a member of individuals without any special need of observing their behavior. ഇവിടെ നമ്മൾ എന്താണ് ശരിക്കും കണ്ടക്ട് ചെയ്യുന്നത് ഗ്രൂപ്പ് ടെസ്റ്റില്? ഇൻഡിവിജ്വൽ ടെസ്റ്റിൽ നമ്മൾ എന്താ ചെയ്തത്? ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ഒബ്സർവേഷൻസ് ആണ്, ഒരാളുടെ മാത്രം ബിഹേവിയർ ഒബ്സർവേഷൻസ് ആണ് നമ്മൾ ചെയ്തത്. ഇവിടെ എങ്ങനെയാ ചെയ്യുന്നത്? ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? സ്റ്റിമുലൻസ്ലി എന്ന് പറയുന്നത് ഒരേ സമയം എന്നൊരു മീനിങ് ആണ് കേട്ടോ. സ്റ്റിമുലൻസ് മീൻസ് ഒരേ സമയം തന്നെ. നമ്മള് ഗ്രൂപ്പിൽ ഒരു ബിഹേവിയർ ആയിരിക്കും, ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് വേറെ ബിഹേവിയർ ആയിരിക്കും. ആണോ? നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ ഗാങ്ങിന്റെ ഇടയിൽ നിങ്ങൾ 5 പേരുണ്ട്. 5 പേരുടെ ഇടയിൽ നിങ്ങൾക്ക് വേറൊരു ബിഹേവിയർ ആണ് അല്ലെ? പക്ഷെ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ നിങ്ങൾ വേറെ ബിഹേവിയർ ആണ്. ആണോ? എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? നമ്മൾക്ക് ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് അല്ലെ? വ്യക്തി വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്. എല്ലാവരിലും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ ആയിട്ട് വേറൊരു ബിഹേവിയർ കാണിക്കും, പക്ഷെ ഒരു ഗ്രൂപ്പിൽ പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒരേ സമയം തന്നെ നമ്മൾ എന്ത് ചെയ്യും? പല റെസ്പോൺസ്, പല അഭിപ്രായങ്ങൾ, നമ്മളുടെ അഭിപ്രായങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും, നമ്മുടെ മാനറിസം വ്യത്യാസം ഉണ്ടാവും, നമ്മൾ ചിന്തിക്കുന്ന വ്യത്യാസം ഉണ്ടാവും, നമ്മളുടെ പ്രവർത്തികൾ വ്യത്യാസം ഉണ്ടാവും, എല്ലാ വ്യത്യാസവും വരും അല്ലെ? ഒരു ഗ്രൂപ്പില് നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ബിഹേവിയർ തന്നെ മൊത്തത്തിൽ മാറും. ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഗ്രൂപ്പ് ക്ലാസ് മുറിയിൽ ഒരു ടോപ്പിക് വരും ടീച്ചർ, എന്നിട്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടാവും. ഓർമ്മയുണ്ടോ അതൊക്കെ? അപ്പൊ നിങ്ങൾ ആ ബെഞ്ചിൽ നിന്ന് ഈ ബെഞ്ചിൽ ഇത്ര പേരൊക്കെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിരിക്കും അല്ലെ? എന്നിട്ട് നിങ്ങൾ ആ ടോപ്പിക്കുമായി ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ക്ലാസ്സിൽ 7 പേരുണ്ടെങ്കിൽ 7 പേര് പറയുന്നതും ഒരേപോലെയാണോ? ഇതിപ്പോ ഡിബേറ്റ് ആണെങ്കിലും 2 സെക്ഷൻസ് ഉണ്ടാവും അല്ലെ? യെസ്. ഒന്ന് അനുകൂലിക്കുന്നവരുണ്ടാവും, പ്രതികൂലിക്കുന്നവരുണ്ടാവും. ഓക്കെ, യെസ്. അപ്പൊ അവിടെ ഗ്രൂപ്പിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? അതാണ് ഇമ്പോർട്ടന്റ്. എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? വ്യത്യസ്ത രീതിയിലാണ് അല്ലെ? പല അഭിപ്രായങ്ങളോട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ബാധിക്കുന്നു, തർക്കിക്കുന്നു, വഴക്കുണ്ടാവുന്നു, ബഹളം വെക്കുന്നു, പല ബിഹേവിയേഴ്സ് കാണിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ ഇവിടെ എന്താണ്? നമ്മൾ ഒരേ സമയം അതായത് നമുക്ക് ആളെ എങ്ങനെ, ആ ഒരു ഗ്രൂപ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്തു, ഇൻഡിവിജ്വൽ ആയിട്ട് ആളെ എങ്ങനെ ബിഹേവ് ചെയ്തു നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ടാസ്കുകളായിരിക്കും, അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടായിരിക്കും ഇത്തരം ടെസ്റ്റുകൾ നമ്മൾ കണ്ടക്ട് ചെയ്യും കേട്ടോ. ഏതെങ്കിലും പോയിന്റ് വിട്ടുപോയിട്ടുണ്ടോ? സി കഴിഞ്ഞിട്ട് നിങ്ങളുടെ വേറെ എന്തെങ്കിലും ഉണ്ടോ ടെക്സ്റ്റില്? ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ടെസ്റ്റ് നടത്തുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മൾ സ്വമേധയാ പറയും അല്ലെ? ഒരു ഗ്രൂപ്പിൽ എങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മൾ സംസാരിക്കുന്നു എന്നും കൂടി അവിടെ നോക്കുന്നുണ്ട്. നമ്മുടെ ചിന്തകൾ അവിടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്താണ്?
അവിടെ 3-4 കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മള് ആസ് എ ഒരു ഹ്യൂമൻ ബിഹേവിയർ, നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ വരും. നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബിഹേവിയർ എങ്ങനെയാണ്, നമ്മൾ എത്രത്തോളം സ്കിൽഫുൾ ആയിട്ട് ചിന്തിക്കുന്നു, എല്ലാ കാര്യങ്ങളും നമ്മുടെ ആ ഗ്രൂപ്പിൽ വരും. അതായത് നമ്മളിൽ നിന്നുള്ള വ്യക്തിപരമായിട്ട് അതെല്ലാം പുറത്തേക്ക് വരും ആ സമയത്ത്. ചിലപ്പോ നമുക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അറിയാതെ തന്നെ എന്താണ് ദേഷ്യപ്പെട്ടെന്നിരിക്കാം, അല്ലെങ്കിൽ അതിനെ എതിർത്തുന്നിരിക്കാം, അല്ലെ, റിസെക്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അവിടെയൊക്കെ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത്രയും സിറ്റുവേഷൻസ് കൊടുത്തിട്ട് ഇയാൾ എങ്ങനെയാണ് അവിടെ ബിഹേവ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ടെസ്റ്റിംഗിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇപ്പൊ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വന്നിട്ട് ചിലപ്പോൾ ചിലവരെന്താണ് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യും, ചിലവര് അത്യാണ്ട് ചിലപ്പോൾ ഇറങ്ങിപ്പോകും, അല്ലെ. എല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ഒരേപോലെ എല്ലാ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലരെന്താണ് അതങ്ങ് വിട്ടിട്ട് പോകും. അങ്ങനെ പലരും ഇതേപോലെ ഇന്റർവ്യൂസിനും സെലക്ഷൻ ടെസ്റ്റിനൊക്കെ പോയിട്ട് ഇറങ്ങിപ്പോയ ചരിത്രങ്ങളുണ്ട്. നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങൾ ആരും അവിടെ നിൽക്കില്ല. ചിലപ്പോ എന്താണ് ശരി, അപ്പൊ അവിടെ കണ്ടക്ടറിൽ എന്താണ് നമ്മൾ അയാളുടെ യഥാർത്ഥ സ്വഭാവം ഒക്കെ അറിയാൻ പറ്റും, അല്ലെ. ആ സാഹചര്യത്തിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്തു, ചിലപ്പോ അത്ര നേരം ഒരു മോഡിഫൈ ചെയ്തൊരു സ്വഭാവമായിരിക്കും കാണിച്ചുകൊണ്ടിരുന്നത്, പക്ഷെ ഒരു സിറ്റുവേഷൻ കൊടുത്തപ്പോ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നു, അല്ലെ. അങ്ങനെ പലരെ നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ സെലക്ഷൻ ടെസ്റ്റസ് ആണ് നമ്മൾ പഠിച്ചത്. സെലക്ഷൻ പ്രോസസ്സിൽ 6 സ്റ്റെപ്പ് ഉണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സെലക്ഷന്റെ ഭാഗമായിട്ടാണ് സൈക്കോളജിക്കൽ ടെസ്റ്റസുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതില് ഹ്യൂമൻ ബിഹേവിയറിന്റെ ബേസിസിൽ 4 ടെസ്റ്റസുകൾ ഉണ്ട്. ഓൺ ദ യൂസസ് ഓഫ് ടെസ്റ്റസിന്റെ ബേസിസിൽ 3 ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ടെസ്റ്റസുകൾ കണ്ടക്ട് ചെയ്തിട്ടാണ് നമ്മൾ സെലക്ഷൻ പ്രോസസ്സുകൾ നടത്തപ്പെടുന്നത്. ഓക്കെ, മനസ്സിലായോ? നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ജോയിൻ ചെയ്തപ്പോ ഇന്റർവ്യൂ ഗ്രൂമിങ്ങിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞിരുന്നോ സാറ്, സാറ്? ഇല്ല. അത് പറഞ്ഞപ്പോഴാണ് ചോദിച്ചത്. നിങ്ങള് ഇത് കഴിഞ്ഞാൽ PGക്ക് ജോയിൻ ചെയ്യില്ലേ പിള്ളേരെ? ചെയ്യുന്നില്ലേ? നോയാ? ഓൾറെഡി ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടെന്നോളെ, PG ചെയ്യുന്നുണ്ടോ? ജോയിൻ ചെയ്തു. ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഓക്കെ, PG ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. നിങ്ങളുടെ ഇഷ്ടമാണ്, പറഞ്ഞോളൂ, അത് നിങ്ങളുടെ ഇഷ്ടം. PG ചെയ്യുന്നത് നല്ലതാണ്. ഒരു ടോപ്പിക്സിലെ കുറച്ചും കൂടി പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടാവുന്ന പറയുന്നത് കുറച്ചുകൂടി നമ്മുടെ ഒരു ക്വാളിഫിക്കേഷൻ ആണ് അവിടെ കൂടുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ ഇവിടെ പഠിച്ച കാര്യങ്ങളല്ല അവിടെ പഠിക്കുന്നത്. ഇതിലേക്ക് വേറൊരു ടൈപ്പ് ഓഫ് കാര്യങ്ങളാണ് PGയിൽ വരുന്നത്. ഇച്ചിരി ടഫാണ്, അല്ലെങ്കിൽ PG എപ്പോഴും എളുപ്പമായിരിക്കുമോ? അല്ല, അല്ലെ. PG ഒരിക്കലും എളുപ്പമായിരിക്കില്ല, ഏത് PG ആണെങ്കിലും കേട്ടോ. അതുകൊണ്ടാണ് അതിന് പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മള് കുറച്ച് എന്നാലും നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിൽ മാക്സിമം ടീച്ചേഴ്സ് കൂടി നിൽക്കും കേട്ടോ. ഏതെങ്കിലും ചില ചാപ്റ്റേഴ്സ് മാത്രം കുറച്ച് വ്യത്യാസമുണ്ടാവും. നമ്മുടെ ടെർമിനോളജി പോലത്തെ ഒരു ചാപ്റ്റർ അതിലും വരുന്നുണ്ട് PGയിൽ, ടേംസ് എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിൾ ആണ്. അതാണ് ഏറ്റവും സിമ്പിൾ ആ ചാപ്റ്റർ. PGയിൽ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ അതാണ്. അതേപോലെ തന്നെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഏറ്റവും സിമ്പിൾ. അതിൽ സിമ്പിൾ ഫസ്റ്റ് ചാപ്റ്റർ, ഒരൊറ്റ പേജേ ഉള്ളൂ ഫസ്റ്റ് ചാപ്റ്റർ. ഓക്കെ, അപ്പോ മാക്സിമം ചേരാൻ ആഗ്രഹമുള്ളവര് ചേരാം കേട്ടോ. ഞാൻ തന്നെ ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും ടീച്ചേഴ്സ് ആയിരിക്കും എടുക്കുന്നത്. വേറെ ആരെങ്കിലൊക്കെ ഉണ്ടോ PG? എല്ലാ ടീച്ചേഴ്സും PG എടുക്കുന്നതാണ്. നമുക്ക് ഇന്റർവ്യൂ ഒന്ന് നോക്കി വെക്കാം, എടുക്കുന്നില്ല കേട്ടോ. നിങ്ങൾ ഇന്റർവ്യൂവിനൊക്കെ പോയിട്ടുണ്ടോ? വേറെ ഏതെങ്കിലും ഒക്കെ കോഴ്സ് പഠിച്ചിട്ട് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടോ? പോയിട്ടില്ല. മെറിൻ പോയിട്ടുണ്ട്. മെറിൻ പോയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? ജോലി കിട്ടിയോ മെറിൻ? ഗുഡ് എക്സ്പീരിയൻസ് ആണ്. ജോലി കിട്ടിയോ? യെസ്, വെരി ഗുഡ്. എന്തായിരുന്നു ജോലി? പാർവതിക്ക് കിട്ടിയ ജോലി എന്തായിരുന്നു? ലാബ് ടെക്നീഷ്യൻ, ഓഫീസ് അസിസ്റ്റന്റ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂ?
ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? ടൈപ്പ് ചെയ്യണം നിങ്ങൾ, നോട്ട് ബാഡ്. ഓക്കെ, ഓക്കെ, ഗുഡ് എക്സ്പീരിയൻസ് ആണ് അല്ലെ ഇന്റർവ്യൂവിന് പോകുന്നത്. നല്ലതാണ് കേട്ടോ. ഒരുപാട് ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജോലി കിട്ടിയില്ലെങ്കിലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരിക്കലും ഇന്റർവ്യൂവിന് പോയിട്ട് ജോലി കിട്ടിയില്ലെന്ന് വിചാരിച്ചാൽ ആരും വിഷമിക്കേണ്ട. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. അവർ എങ്ങനെയൊക്കെ അവർ ബിഹേവ് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അടുത്ത ജോലിക്ക് കുറച്ചും കൂടി ഏബിൾ ആയിട്ട് പോകാനായിട്ട് നമ്മൾ അതിനെ കൂടുതൽ അത് നമ്മളെ പ്രാപ്തരാക്കും. പല ടൈപ്പ് ഓഫ് ഇന്റർവ്യൂസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടൊരു ഇന്റർവ്യൂ എന്ന് പറഞ്ഞാല് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത്, ഒരു ജോലിക്ക് നമ്മൾക്ക് വിളിച്ചിട്ടുണ്ട്, ചെന്നു നമ്മൾ ജോലി റൂമിൽ കയറി നമ്മുടെ ഡോക്യുമെന്റ്സ് വാങ്ങിച്ചു. ഓക്കെ, പേരെന്താ? പേര് വെച്ചു. ഓക്കെ, എവിടെയാ സ്ഥലം? കഴിഞ്ഞു. ഓക്കെ, ശരി, വിളിക്കാം. കഴിഞ്ഞു. അതാണ് ഒരു ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ. ബയോഡാറ്റ മാത്രമേ ഉള്ളൂ. ചിലപ്പോ ജോലി കിട്ടും, കിട്ടും, ഇല്ലാന്നല്ല, കിട്ടും, കിട്ടിയിട്ടുണ്ട്, കിട്ടും കേട്ടാ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ആരൊക്കെ ആ ഡീറ്റെയിൽസ് നോക്കി അവർ ആ കംപ്ലീറ്റ് കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ഉണ്ട്. പക്ഷെ അംഗനവാടി ഇന്റർവ്യൂ ആണോ ടഫ്? അങ്ങനെ പല ടൈപ്പില്, പല രീതിയില്, ഇതെല്ലാം തന്നെ ഹ്യൂമൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഈ ഇന്റർവ്യൂ നടത്തുന്ന അല്ലെങ്കിൽ അഭിമുഖം നടത്തുന്നവരുടെ ആ ഒരു ബിഹേവിയർ ആ ഇന്റർവ്യൂവിനെ സ്വാധീനിക്കും. ഓക്കെ, നിങ്ങള് ഒരു ഹിന്ദി സിനിമയിൽ കാണുന്നതാണോ? നിങ്ങള് ഹിന്ദിയെ കാണുന്നതാണോ? എടോ, ഞാൻ പേര് മറന്നുപോയി. ഒരു നല്ലൊരു മൂവി ഉണ്ടായിരുന്നു. അതില് ഒരു ഇന്റർവ്യൂ സെക്ഷൻസിന്റെ ഒരു സിനിമയാണ്. ഇന്റർവ്യൂ ഉണ്ട്, പേര് മറന്നേടോ. നല്ല സിനിമയാണ്. അയാൾ അതിൽ ഇന്റർവ്യൂ നമ്മളത് കാണണം. എന്ത് ഭംഗിയായിട്ടാണ് അത് ചെയ്യുന്നതെന്ന് അറിയോ? അങ്ങനെ എല്ലാവരും അത് കണ്ടു പഠിക്കാം. പേര് മറന്നു കഴിഞ്ഞാൽ ഒരു ഏറ്റവും ഒരു പാവപ്പെട്ട ഒരു പയ്യനാണ്. പഠിച്ച് എന്താ പറയാ, IAS ഓഫീസർ ആയതാണ്. ആക്ടർ ആയതല്ല, IAS ഓഫീസർ ആവുന്നതാണ്. ഹിന്ദി മൂവിയാണോ? പേര് ഞാൻ മറന്നുപോയി. ഞാൻ പക്ഷെ മലയാളത്തിലാണ് കണ്ടേട്ടാ. ഓക്കെ, അപ്പൊ അതിൽ അദ്ദേഹത്തിന് 3-4 ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. യെസ്, വെരി ഗുഡ്. +2 ആണോ? പ്രണീഷ മോഹൻ. ആളുടെ പേരൊന്നും എനിക്കറിയില്ല. കൈരളിയല്ല, +2. ഒരു പഴയ കാലഘട്ടമാണ്, പഴയ കാലഘട്ടമാണ് അതിൽ കാണിക്കുന്നത്. ഓക്കെ, എന്തായിക്കോട്ടെ. അതിൽ ഇന്റർവ്യൂസ് കാണിക്കുന്നത് ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ ഇന്റർവ്യൂ എടുക്കുന്നില്ല. ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുടെ മനോഭാവം ഭയങ്കര വ്യത്യസ്തമാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മളുടെ നാട്ടിൽ ഒരുപാട് പേർക്ക് നല്ല രീതിയിൽ ജോലി ലഭിക്കും. അങ്ങനെയാണ് ശരിക്കും ഇന്റർവ്യൂസ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരാളെ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇതാക്കി കളഞ്ഞ് അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ അതിൽ നമ്മൾ എത്രത്തോളം തരണം ചെയ്യുന്നു അറിയാൻ വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുക്കുന്നത്. എന്നാൽ പോലും ചില ആൾക്കാര് ആവശ്യമില്ലാത്ത അനാവശ്യ ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതിന്റെ ആവശ്യകതയേ ഇല്ല അല്ലെ. അത് അവരുടെ തന്നെ സ്വഭാവത്തെയാണ് അതിനെ ഇല്ലാണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ടൈപ്പ് ഓഫ് കുറച്ച് ഇന്റർവ്യൂസ് ഉണ്ട്. എക്സാമ്പിൾസ് പറഞ്ഞു തന്നതാണ് കേട്ടോ. സിനിമയുടെ പേര് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പറ്റുമെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം. നല്ലൊരു സിനിമയാണ്. സിനിമ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഓക്കെ. ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാ സിനിമകളും കാണുന്നുണ്ടാണ് കേട്ടോ. എല്ലാ സിനിമയും കാണാറുണ്ട്. എല്ലാ ഇറങ്ങുന്ന പുതിയ സിനിമകളും കാണാറുണ്ട്. തിയേറ്റർ അടുത്തായിട്ടാണോ എന്ന് ചോദിക്കേ? തിയേറ്റർ അടുത്താണ്. ഞങ്ങളുടെ ചുറ്റും ഒത്തിരി തിയേറ്റേഴ്സ് ഉണ്ട്. പക്ഷെ തിയേറ്റർ അടുത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് സിനിമ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതിനൊരു ടേസ്റ്റ് വേണം. സിനിമകൾ ഒരിക്കലും നമുക്ക് ബാഡ് ആയിട്ടുള്ള ഇമേജസ് ഒന്നും തരുന്നില്ല. അതിൽ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അങ്ങനെയൊക്കെ കാണുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. സർവ്വമായ അടുത്തിറങ്ങിയ നല്ല സിനിമയാണ് സർവ്വമായ. അതേപോലെ തന്നെ ചത്താ പച്ച ഉണ്ടോ നിങ്ങള്? നല്ലൊരു മൂവി. വെറുതെ ഇരുന്നാലും നമ്മൾ ഫീൽ ഫ്രീ ആവുന്നില്ല. എന്റർടൈൻമെന്റ്സിന് വേണ്ടിയിട്ട് സിനിമ കാണുന്നത് അല്ലെ. സർവ്വമായ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു മൂവിയാണ്. സൂപ്പർ മൂവിയാണ് അല്ലെ.
ശരിക്കും അമ്മയില്ലാത്തവർക്കൊക്കെ കുറച്ചും കൂടി അത് ഭയങ്കര വിഷമവും ആ ഒരു സിനിമ ഉണ്ടാവും. ചെത്തപ്പച്ച നല്ല മൂവിയാണ്. ഇടയ്ക്ക് എന്തെങ്കിലും സംസാരിക്കുന്നതേ എനിക്ക് ഓൾറെഡി 3 പീരീഡ് ഉണ്ട്. സ്പീഡിൽ എടുത്ത് തീർത്താൽ ഞാൻ ആദ്യം തീർന്ന് ക്ലാസ് ഇല്ലാതിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിക്കുന്നത് കേട്ടോ. നമുക്ക് വേറെ ഒന്നും തോന്നരുത്. പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം. ഞാൻ പറഞ്ഞില്ലേ കോൺവൊക്കേഷന് നിങ്ങൾ എന്തെങ്കിലും പ്രോഗ്രാംസ് പ്ലാൻ ചെയ്തിട്ട് വരണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കുക. ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി ഒരു ഡാൻസ് ഒക്കെ സൂം മീറ്റിംഗ് ഒക്കെ വെച്ച് പെർഫോം ചെയ്യുക. ഇവിടെ ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ചെയ്യണോട്ടെ. ചെയ്ത ആദ്യമായിട്ട് നിങ്ങളൊന്ന് ചരിത്രം കുറിക്കുക. ഇതുവരെ ആരും ചെയ്തിട്ടില്ല കേട്ടോ. എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ടീച്ചേഴ്സ് തരും. സ്മാർട്സിന്റെ കൂടെ ഉണ്ടാവും. പ്രോഗ്രാം ഉണ്ടാവും. പി ജിക്കാർക്ക് അതാണ് നിങ്ങളുടെ പ്രശ്നം. പി ജിക്കാർക്ക് വേറെ ആയിരിക്കും കോൺവൊക്കേഷൻ, ഡിപ്ലോമയ്ക്ക് വേറെയാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരും നിങ്ങൾക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല നിങ്ങളുടെ ആ ഒരു ഗ്യാങ്ങിനെ കേട്ടോ. യെസ്, സാറിനോട് ചോദിക്കേണ്ടി വരും എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പൊ എന്ത് പ്രോഗ്രാം ആണെങ്കിലും വളരെ സീക്രട്ട് ആയിട്ട് പ്ലാൻ ചെയ്ത് അറേഞ്ച് ചെയ്ത് പോരുക കേട്ടോ. പിന്നെ പ്രത്യേക കാര്യം, നിങ്ങൾ എന്ത് പെർഫോമൻസ് ചെയ്യുന്നതിന് മുമ്പ് അതെല്ലാം തന്നെ ഒന്ന് ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും അതിന്റെയൊക്കെ ഇപ്പൊ കരോക്കെ ആണെങ്കിലും എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് കൊണ്ടുവരണം. അല്ലാതെ ഇവിടെ വന്നിട്ട് അത് ചെയ്യാന്ന് വിചാരിക്കരുത് കേട്ടോ. യെസ്, രാവിലെ വരുമ്പോ തന്നെ കൂടെ അവിടെ ടെക്നിക്കൽ ടീം ഉണ്ടാക്കി അവർക്ക് കൊടുക്കുക. പെർഫോം ചെയ്യുന്ന സമയമാകുമ്പോൾ ഞങ്ങൾ പേര് വിളിക്കും. അപ്പൊ പെർഫോം ചെയ്യാം കേട്ടോ. എങ്ങനെ ഗ്രൂപ്പ് ഡാൻസ് ആണോ, ഈ ഗ്രൂപ്പ് സോങ് ആണോ, എന്താണ് പരിപാടി, എന്താണ് ഒന്ന് പറയുന്നേ. ഞാനല്ലേ പറഞ്ഞാൽ നിങ്ങളോട് കളിക്കാൻ. ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്. പാട്ട് പാടില്ലായിരുന്നു നമ്മുടെ ക്ലാസ്സില്. സർട്ടിഫിക്കറ്റ് മാത്രമാണോ? ഹസീന എന്താ ചോദിച്ചത്? ഗ്രൂപ്പ് സോങ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ നിങ്ങൾ റെഡി ആയിട്ട് പോകുന്നുള്ളൂ കേട്ടോ. നമുക്ക് അടിപൊളിയാക്കാൻ കോൺവൊക്കേഷൻ. വീഡിയോസ് ഒക്കെ കണ്ടപ്പോ ഒന്ന് വന്നോന്നൊക്കെ തോന്നുന്നുണ്ടോ? മെഡലും സർട്ടിഫിക്കറ്റും എല്ലാം ഉണ്ടോ? ധൈര്യമായിട്ട് പോരെ. പക്ഷെ അതിന് മുമ്പ് പരീക്ഷ ചെയ്ത് നല്ല മാർക്കോടെ പാസ്സാവണം. പിന്നെ അല്ലാതെ ടോപ്പേഴ്സ് ആയിട്ട് എനിക്ക് പിന്നെ അനൗൺസ് ചെയ്യാനുള്ളതാണ്. HA22 ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബാച്ച് 22 ഫസ്റ്റ് ടോപ്പർ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്യാനുള്ളതാണ്. ഒരു ഡ്രീം ആയിട്ട് തന്നെ വിചാരിച്ചിട്ട് നിങ്ങൾ എത്താൻ നോക്കാം കേട്ടോ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് കാണാം. അടുത്ത ക്ലാസ്സിൽ ഇന്റർവ്യൂസ് എടുക്കാം കേട്ടോ. എന്തിനാണ് വെറും ടെൻഷൻ? നമ്മൾ എല്ലാവരും ഒരുമിച്ച് കാണാനുള്ള അവസരമല്ലേ കോൺവൊക്കേഷൻ. അങ്ങനെയൊക്കെ വിചാരിക്കുക. അപ്പൊ ഒരു ടെൻഷനുള്ള പരീക്ഷയൊക്കെ സിമ്പിൾ ആണ്. എന്ത് സഹായത്തിനും നമ്മളുണ്ട്. പി ജിക്കാരുടെ കോൺവൊക്കേഷൻ ഞാൻ പറഞ്ഞല്ലോ സെപ്പറേറ്റ് ആണ്. HA-PG-ക്കാരും ഡിപ്ലോമയും സെപ്പറേറ്റ് ആയിരിക്കുള്ളൂ. ഇത് വന്നോന്നുണ്ടെങ്കിൽ വരാം. സർട്ടിഫിക്കറ്റ് അപ്പൊ തരില്ല. രണ്ടും രണ്ട് സർട്ടിഫിക്കറ്റ് അല്ലേ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഒന്ന് ഓഫീസിലൊന്ന് കോണ്ടാക്ട് ചെയ്യണോട്ടോ. എനിക്ക് അങ്ങനെ ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയില്ല. യെസ്, ഓക്കെ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. ഓക്കെ.